ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. 3 ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, ഈ കേസന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവനക്കാർ ഒളിവിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ അവരുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം നമ്മുടെ മുൻപിലെത്തുന്നത്. ഏതായാലും ഇവരുടെ 3 പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ നിലവിൽ തള്ളിയിരിക്കുകയാണ്. ഇതിന് കാരണം എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഇവർ 3 പേരും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് തെളിവുണ്ട് എന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ കോടതിയെ ബോധിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഏതായാലും ഇവർ ഒളിവിലാണുള്ളത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഒരു സാഹചര്യത്തിൽ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കൂടി പോലീസ് ഊർജിതമാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ദിയ കൃഷ്ണയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തട്ടിപ്പ് നടത്തിയതിൽ ഈ ജീവനക്കാർക്ക് അതിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ക്രൈംബ്രാഞ്ചും വ്യക്തമാക്കുന്നത്. ശരി, ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.